പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായാണ് ആർ ടോക്സ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സായി കൃഷ്ണയെക്കുറിച്ചാണ് ആർ ടോക്സ് ഇന്ന് സംസാരിക്കുന്നത്. ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് അന്വേഷണാത്മകമായി വിമർശനാത്മകമായി വീഡിയോകൾ ചെയ്യുന്ന സീക്രട്ട് ഏജന്റ്, അതായത് സായി കൃഷ്ണ. ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തുകൊണ്ട് ആർ ടോക്സ് സായി കൃഷ്ണയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു എന്നതിൻ്റെ കാരണം മുഖവരിയായി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ബിഗ് ബോസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം സായി കൃഷ്ണ എന്ന യൂട്യൂബറുടെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഫേസ്ബുക്കിലാകട്ടെ യൂട്യൂബിലാകട്ടെ വരുന്ന കമൻറ്റുകൾ കണ്ടാലറിയാം ഇത് ആസൂത്രിതമായ ഒരു ആക്രമണമാണ്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കമൻറ്റുകളാണ് വീഡിയോകൾക്ക് താഴെ വരുന്നത് മുഴുവൻ. ഒരു കാരണവുമില്ലാതെ വീഡിയോ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കമൻറ്റുകളും കാണാം. ഇത് സംഘടിതമായ ആസൂത്രിതമായ ഒരു ആക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സായി കൃഷ്ണയ്ക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്ക് സായി കൃഷ്ണയെ നയിച്ചത് എന്താണ്, അതിനെക്കുറിച്ചാണ് ആർ ടോക്സിൽ സംസാരിക്കുന്നത്. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും സധൈര്യം വാർത്തകൾ കൊടുക്കുകയും ചെയ്ത സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ സായി കൃഷ്ണയുടെ വ്യൂവേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. സായി കൃഷ്ണ ബിഗ് ബോസിൽ ചെന്ന് എന്തൊക്കെയോ മലമറിക്കുമെന്ന സ്വപ്നം എല്ലാവരും കണ്ടു. എന്നാൽ സായി കൃഷ്ണയുടെ ബിഗ് ബോസിലെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. സഹമത്സരാർത്ഥികളെ പോലും ഗ്യാങ് കളിച്ച് പുറത്താക്കുകയായിരുന്നു സായി കൃഷ്ണ ചെയ്തത്. യാതൊരു ഗെയിമും കളിക്കാതെ പുറകിൽ കൂടി രഹസ്യങ്ങളും പറഞ്ഞ് കുത്തിത്തിരിപ്പുമായി നടന്നു എന്നല്ലാതെ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റിനെ അവിടെ കാണാനേ സാധിച്ചില്ല. ഞാൻ സായി കൃഷ്ണയായിട്ടാണ് പോകുന്നത്, സീക്രട്ട് ഏജന്റായിട്ടല്ല പോകുന്നത് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും സായി കൃഷ്ണയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ വളരെയധികം നിരാശപ്പെടുത്തുന്ന തരം താഴ്ന്ന നിലവാരമില്ലാത്തൊരു പ്രകടനമായിരുന്നു സായി കൃഷ്ണ ബിഗ് ബോസിൽ കാണിച്ചത് എന്ന കാര്യത്തിൽ ആർ ടോക്സിനും ഒരു സംശയവുമില്ല. എന്നാൽ ഒരു TV ഷോയിൽ നടത്തിയ മോശം പ്രകടനം കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ഇത്രത്തോളം തേജോവധം ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിന് നിനക്ക് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ആർ ടോക്സിനെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിഷയമാണിത്. എന്തുകൊണ്ട് ആർ ടോക്സ് ഈ വിഷയത്തിലൊരു വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സായി കൃഷ്ണയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ള അടുത്ത കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പോലും വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കമൻറ്റുകളാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉടനീളം കാണുന്നത്. സായി കൃഷ്ണയുടെ വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റുകൾ കണ്ടാൽ തന്നെ അറിയാം, ഈ വീഡിയോ പോലും ഒന്ന് കാണാൻ മെനക്കെടാതെ നേരെ വന്ന് കമൻ്റ് ഇടുക മാത്രമാണ് ചെയ്യുന്നത് എന്ന്. സായി കൃഷ്ണയും ഈ കാര്യത്തിൽ മോശക്കാരനല്ല കേട്ടോ, പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. സായി കൃഷ്ണയും അതേ നാണയത്തിൽ അതേ സംസ്കാരമില്ലാത്ത നിലവാരം കുറഞ്ഞ കമൻറ്റുകൾ ധാരാളമായി മറുപടിയായി കൊടുക്കുന്നുണ്ട്. ഇത് സായി കൃഷ്ണയുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു. കാരണം ഒരാൾ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ ചീത്ത വിളിച്ചാൽ പിന്നെ ആ വ്യക്തിയും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ എവിടെയൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ സായി കൃഷ്ണയും വെളിവാക്കുന്നു, ഇതാണ് എൻ്റെ നിലവാരം, ഇതാണ് ഞാൻ എന്നത്. അതും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാരണമായേക്കാം എന്ന് ആർ ടോക്സ് ചിന്തിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആർ ടോക്സ് ഉദ്ദേശിക്കുന്നത് സായി കൃഷ്ണയെ വെള്ളപൂശുവാനോ അല്ലെങ്കിൽ സായി കൃഷ്ണയെക്കുറിച്ച് ന്യായീകരിക്കുവാനോ ഒന്നുമല്ല. സായി കൃഷ്ണ ഒരു ഗെയിമിൽ മോശം കളിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം വ്യക്തിപരമായും കുടുംബാംഗങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന പ്രവണത നല്ലതല്ല. അത് വളർന്നു വരുന്ന ഒരു യുവതലമുറയുടെ സംസ്കാരത്തിന് തന്നെ ബാധിക്കുന്ന നിലപാടാണ് എന്നത് ഒന്ന് ആവർത്തിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഓൺലൈൻ മീഡിയകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന അപേക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു. അതിനു മുമ്പ് സായി കൃഷ്ണയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ ബിഗ് ബോസിൽ കാണിച്ച കളി വളരെ നിലവാരം കുറഞ്ഞതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വളരെ പച്ചയായി കൊടുക്കുന്ന മറുപടികളും തീർത്തും നിലവാരമില്ലാത്തവയാണ്. തെറ്റുകൾ തിരുത്തി വീണ്ടും തിരിച്ചു വരുവാൻ സായി കൃഷ്ണയ്ക്കാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ആർ ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ വിരോധത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ കമൻ്റ് ഇടുന്നത് കണ്ട് കൂട്ടമായി ആൾക്കാരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന പ്രവണത നല്ലതാണോ? സോഷ്യൽ മീഡിയ വ്യക്തിഹത്യയ്ക്കുള്ള സ്ഥലമാണോ? നന്ദി, നമസ്കാരം.